മലിനജല പുനരുപയോഗത്തിനായി ഭവന നിർമ്മാണ കമ്പനിയായ കോൺഫിഡന്റ് ഗ്രൂപ്പും CWRDMും ചേർന്ന് പദ്ധതി തയ്യാറാക്കുന്നു. ഇത് സംബന്ധിച്ച് സാധ്യതാ പഠന കരാറിൽ ഇരുവരും ഒപ്പുവച്ചു. ജലദൗർലഭ്യവും വെള്ളത്തിന്റെ അമിത ചൂഷണവും മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള നൂതന പദ്ധതി നടപ്പാക്കാൻ ഭവന നിർമ്മാണ കമ്പനിയായ കോൺഫിഡന്റ് ഗ്രൂപ്പും ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രവും കൈകോർക്കുന്നു. കോഴിക്കോട് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഫീനിക്സ് അപ്പാർട്ട്മെന്റിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി സാധ്യതാ പഠന കരാറിൽ ഇരുകൂട്ടരും ഒപ്പുവെച്ചു. പഠന ഗവേഷണങ്ങൾക്കായി 50 ലക്ഷം രൂപയുടെ കരാറാണ് ഉണ്ടാക്കിയതെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് അറിയിച്ചു. അപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ എല്ലായിടത്തും തന്നെയുള്ള കാര്യമാണ് ഈ അപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടാകുന്ന മാലിന്യജലം എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളത്. കേരളത്തില് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലായാലും PC പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നോംസ് എല്ലാം ഉണ്ട്. പദ്ധതി വിജയകരമായാൽ പുറന്തള്ളുന്ന മലിനജലത്തിന്റെ 30% വരെ പുനരുപയോഗിക്കാനാകുമെന്ന് CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് P. സാമുവൽ വ്യക്തമാക്കി. പുനരുപയോഗിക്കാൻ സാധിക്കും, നമ്മുടെ ബാത്റൂമുകളിലേക്കും ഫ്ലഷുകളിലേക്കൊക്കെ അതെങ്ങനെ പുനരുപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു സാധ്യതയാണ് ഇവർ തേടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള പഠന പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്താനാണ് CWRDMനെ കോൺഫിഡന്റ് ഗ്രൂപ്പ് സമീപിച്ചത്. അതിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ MOU സൈൻ ചെയ്തത്. അപ്പാർട്ട്മെന്റിലെ ശുചിമുറികൾ ഒഴികെ അടുക്കള, കുളിമുറി, വാഷിംഗ് മെഷീൻ എന്നിവയിൽ നിന്നുള്ള മലിനജലം 2 പ്രത്യേക ടാങ്കുകളിലായി ശേഖരിച്ച് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച് ഗാർഡനിംഗ്, കാർ വാഷ്, ഫ്ലഷിംഗ് എന്നിവയ്ക്കായി പുനരുപയോഗിക്കുന്ന സംവിധാനമാണ് വിഭാവനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാരപ്പറമ്പ് നെല്ലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഊട്ടുപുര സമർപ്പണം ഡിസംബർ 24-ന് നടക്കും. ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം